അപകട സ്ഥലത്ത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇന്നലെ ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവം കേരളത്തെ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ നടുക്കിയിട്ടുള്ളൊരു സംഭവമാണ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി തന്നെ ഈ സംഭവത്തിലുള്ള ദുഃഖവും അദ്ദേഹത്തിൻ്റെ വികാരങ്ങളും പ്രകടിപ്പിക്കുകയുണ്ടായി. കേരളത്തിൽ മാത്രമല്ല തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിലും ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെയുള്ളൊരു സംഭവം നടന്നു. കേരളത്തിലെ ഈ മേഖല, തൃശ്ശൂർ പാലക്കാട് ജില്ലയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഈ മേഖല ഈ തരത്തിലുള്ള നിരവധി സംഭവങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിലും സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. പുറ്റിങ്ങൽ ദുരന്തം ഉൾപ്പെടെയുള്ള നിരവധി ദുരന്തങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുണ്ടായിട്ടുണ്ട്. സംഭവങ്ങൾ നടക്കുമ്പോൾ അതിനെ തുടർന്ന് സർക്കാരുകൾ അത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്താറുമുണ്ട്. പക്ഷേ അന്വേഷണങ്ങൾക്ക് ശേഷം തുടർ നടപടികൾ ഉണ്ടാകാത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത് എന്ന് സർക്കാരുകൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം, അതെത്ര വലിയ സഹായധനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും അത് ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു താൽക്കാലിക ആശ്വാസം എന്നുള്ളതിനപ്പുറത്തൊന്നാവുന്നില്ല. ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള പടക്ക നിർമ്മാണ സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിലെ അന്വേഷണങ്ങളിലെ ശുപാർശകൾ, ആ ശുപാർശകൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ശുപാർശകളിൽ ഇതിനു വേണ്ടിയിട്ടുള്ള നിരവധി നിർദ്ദേശങ്ങളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഏറ്റവും ഒടുവിൽ PS ഗോപിനാഥൻ കമ്മീഷനാണെങ്കിലും പുറ്റിങ്ങൽ ദുരന്തം അന്വേഷിച്ച PS ഗോപിനാഥൻ, അതുപോലെയുള്ള നിരവധി അന്വേഷണങ്ങൾ, ഇതിലൊക്കെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള പരിഹാരമാർഗങ്ങൾ, ആ പരിഹാരമാർഗങ്ങൾ എന്തുകൊണ്ട് നടപ്പാക്കപ്പെടുന്നില്ല എന്നുള്ളത് ഗൗരവതരമായിട്ടുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ സംഭവത്തിലൂടെ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, സർക്കാർ കുടുംബങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള പരിക്കുപറ്റിയവരുടെ ഒക്കെ കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾക്ക് ആശ്വാസം എത്തിക്കുന്നതിനോടൊപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി കൈക്കൊള്ളണം എന്നുള്ളതാണ്. ചില വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു വ്യവസായ മേഖല ഉൾപ്പെടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങളാണ്, പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കേണ്ട നിർദ്ദേശങ്ങളാണ്. ഈ സംഭവം സർക്കാരിലുള്ള അധികാരികളെ ഉണർത്തുന്ന ഒരു സംഭവമായിട്ട് അവസാനിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളുടെയും കുടുംബാംഗങ്ങളോടുള്ള അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രദേശത്തെയും മറ്റ് പ്രദേശങ്ങളിലെയുമൊക്കെ ഈ സംഭവത്തിൽ ആശങ്കയിലുള്ള ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായിട്ടുണ്ടാകണം. ഏതാണ്ട് 10-13ഓളം ആളുകൾ ഇപ്പോഴും മിസ്സിംഗ് ആണോ അല്ലയോ എന്നുള്ള ഒരു ആശങ്കയിലാണ് ഇപ്പോഴും. കാരണം എത്ര പേർ അവിടെ ജോലി ചെയ്തിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കണക്കുകൾ ആരുടെ പക്കലുമില്ല. ആകെ വാങ്ങിയ ചോറുപൊതിയുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെയുള്ള ഒരു സ്ഥാപനത്തിൽ, ഇതുപോലെയുള്ള ഒരു സംരംഭത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം കണക്കാക്കേണ്ടി വരുന്നത് എന്നുള്ളത് ഈ യുഗത്തിന് ചേരുന്നതല്ല. പരിഷ്കൃത സമൂഹത്തിൽ കേരളം പോലെയുള്ള പുരോഗതി പ്രാപിച്ച ഒരു പ്രദേശത്തിന് യോജിച്ചതല്ല.
അതിന് ഉതകുന്ന തരത്തിലുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. എല്ലാവരുടെയും ദുഃഖത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും ഞാനും വ്യക്തിപരമായും പങ്കുചേരും. അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ തൽക്കാലം ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ ദുരന്തത്തിൽ ഇരയായിട്ടുള്ള ആളുകളെയും ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കാണാനും മനസ്സിലാക്കാനുമാണ്. പൂരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധമുള്ള പൂരപ്രേമികളായിട്ടുള്ള ആളുകളും ദേവസ്വങ്ങളും സർക്കാരുമൊക്കെ ചേർന്നിട്ട് തീരുമാനമെടുക്കും. വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളിലേക്ക് വരികയാണ്. തൃശ്ശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ മന്ത്രിമാർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, നാളെ നടക്കുന്ന ചർച്ചയിൽ തീരുമാനമുണ്ടാകും. നേരത്തെ തന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ചില ഒരുക്കങ്ങൾ നടത്താൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുവാദം ചോദിച്ചിരുന്നു. കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുന്നതുകൊണ്ട് അങ്ങനെ നാളെയാണ് യോഗം ചേരുന്നത്. അതിൽ തുടർ നടപടികൾ, ചർച്ചകൾ തീരുമാനിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാവിധ സഹകരണവും പിന്തുണയും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. സാനു ചേരുന്നുണ്ട് വിശദമായി. സാനു, നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നു, അതിൻ്റെ ഉത്തരം സാനു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഒന്ന് അപകട സ്ഥലത്തേക്ക് പോകേണ്ടി വന്നത്. ഒപ്പം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും അടുത്ത നടപടികൾ എന്നത് സംബന്ധിച്ചൊരു കാര്യം നമുക്ക് വ്യക്തമാകാനുണ്ട്. ഒപ്പം മറ്റ് പ്രോട്ടോക്കോൾ സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ശ്യാമ, എന്തായാലും ഇപ്പോൾ വരുന്ന സുപ്രധാനമായിട്ടൊരു തീരുമാനമുണ്ട്. പാറമേക്കാവ് വെടിക്കെട്ടിൻ്റെ നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുകയാണ്. പാലക്കാട് ജില്ലാ കളക്ടറാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. പാലക്കാട് മുതലമടയിലാണ് പാറമേക്കാവ് വിഭാഗത്തിൻ്റെ വെടിക്കെട്ടിനുള്ള വെടിക്കോപ്പുകളൊക്കെ നിർമ്മിക്കുന്നത്. അവിടെ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുകയാണ്. തിരുവമ്പാടിയുടെ വെടിക്കെട്ട് അപകടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കളക്ടറുടെ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. സ്റ്റോപ്പ് മെമ്മോ നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി അവർക്ക് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കില്ല. ഒപ്പം തന്നെ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തീരുമാനം നാളത്തെ യോഗത്തിന് ശേഷം ഉണ്ടാകും. തുടർ നടപടികൾ നാളെ ചർച്ച ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുമായിട്ട് മന്ത്രി തലത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. അവർ ഈ സർക്കാർ എന്താണോ നിർദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ഉള്ള തീരുമാനം അവർ അംഗീകരിക്കുമെന്നുള്ളൊരു നിലപാട് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ സ്വീകരിച്ചു എന്നാണ് അറിയുന്നത്. കാരണം ഇനിയൊരു വെടിക്കെട്ടിലേക്ക് പോകുക അവർക്ക് അസാധ്യമാണ്. അവർ പൂരം വെടിക്കെട്ടിന് വേണ്ടി തയ്യാറാക്കിയിരുന്ന സ്ഥലത്താണ് ഇത്ര വലിയൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഇനിയുള്ള സമയങ്ങളിൽ അത് പൂർവ്വസ്ഥിതിയിലാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പൂരത്തിലേക്ക് ഒരുപക്ഷെ ചർച്ചകൾ പോയേക്കാം. ആ തരത്തിലുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് സർക്കാർ എത്തിയാൽ അത് അവർ അംഗീകരിക്കുമെന്നുള്ളൊരു നിലപാട് ഇരു ദേവസ്വങ്ങളും അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല തിരുവമ്പാടിയും പാറമേക്കാവും മാത്രമല്ല അതിനൊപ്പമുള്ള 8 ഘടകക്ഷേത്രങ്ങളുമായിട്ടും ചർച്ച ചെയ്യുന്നുണ്ട്. അവരും ഈ ഒരു തീരുമാനം ഏറെക്കുറെ അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പൂരത്തിൻ്റെ ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾ പൂർത്തീകരിച്ചുകൊണ്ട് ആ പൂരം അവസാനിപ്പിക്കും, വെടിക്കെട്ട് ഒഴിവാക്കും എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നാളെ നടക്കും. നാളെ 10:00-ക്ക് ശേഷം ഈ പൂരം എങ്ങനെ നടത്തണം എന്നുള്ളൊരു കാര്യത്തിലുള്ള സുപ്രധാന തീരുമാനം ഉണ്ടാകുമെന്നാണ് ഈ മന്ത്രിമാരടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ദേവസ്വം മന്ത്രി അടക്കം അല്പം മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ആ നാളത്തെ തീരുമാനമായിരിക്കും ഈ പൂരവുമായി ബന്ധപ്പെട്ടുള്ള പൂരത്തിൻ്റെ മുന്നോട്ടുള്ള നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഈ വർഷത്തെ പൂരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഔദ്യോഗിക തീരുമാനമുണ്ടാകുന്നത്. എന്തായാലും അല്പം മുമ്പ് മന്ത്രിമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ മരണസംഖ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തതയില്ല എന്ന് തന്നെയാണ്. കാരണം 9 പേരുടെ മൃതദേഹങ്ങളാണ് പൂർണ്ണതോതിൽ അവിടെ നിന്ന് എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവരുടെയൊക്കെ മൃതദേഹ അവശിഷ്ടങ്ങളാണ്. അത് DNA ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രമേ അത് ആരുടെയൊക്കെ ആണെന്നുള്ള കാര്യത്തിലൊരു അന്തിമ തീരുമാനം എത്തൂ. അതിലൂടെ വേണം എത്ര പേരാണ് ഈ അപകടത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്, അപകടത്തിൽ പൊലിഞ്ഞു പോയിട്ടുള്ളതെന്ന് വ്യക്തമാകുള്ളൂ. മാത്രമല്ല ഈ തിരുവമ്പാടി ദേവസ്വത്തിലെ ചില ജീവനക്കാർ കൂടി ഈ വെടിക്കെട്ട് അപകടം നടക്കുന്നതിന് മുന്നോടിയായിട്ട് അതിന് തൊട്ടു മുൻപ് ആ പ്രദേശത്ത് എത്തി എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ന് ദേവസ്വത്തിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ദേവസ്വം ജീവനക്കാരൻ ഈ വെടിക്കെട്ട് അപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ളൊരു കാര്യം സ്ഥിരീകരിക്കുകയും കൂടി ചെയ്തിരിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ആ ദേവസ്വത്തിലെ മറ്റേതെങ്കിലും ജീവനക്കാർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. കാരണം നമ്മൾ ഇന്നലെ രാവിലെ അവിടെ എത്തിയ സമയത്ത് 45ഓളം ജീവനക്കാർ അവിടെ ഒരേ സമയം പണിയെടുക്കുന്ന സമയത്താണ് നമ്മൾ അവിടെ ഈ ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിക്കാൻ എത്തുന്നത്. ഈ ലൈസൻസി അടക്കം വ്യക്തമാക്കിയത് 45ഓളം ആളുകൾ ആ സമയത്ത് അവിടെ തൊഴിൽ ചെയ്യുന്നു എന്നായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു ദേവസ്വം ജീവനക്കാർ കൂടി അവിടേക്ക് എത്തുന്നത്. ഇനി അതിൽ കൂടുതൽ ആളുകൾ ഈ ഒരു ദുരന്തത്തിന്റെ ഭാഗമായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകൾ വ്യക്തമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാനു, ദയവായി തുടരുക. കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. വീണ്ടും സംഭവം നടന്ന ഈ ദാരുണമായ ദുരന്തം നടന്ന സംഭവ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അല്പസമയം മുമ്പ് DGP റവാഡ ചന്ദ്രശേഖർ പ്രതികരിച്ചിരുന്നു. പ്രാഥമിക വിവരങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. സ്ഫോടക വസ്തുക്കൾ പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റി ആ പ്രോസസ്സൊക്കെ നേരത്തെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടതാണ്.
രക്ഷപ്പെട്ടവരടക്കം 34 പേർ ഉണ്ടെന്നാണ് വിലയിരുത്തൽ. രക്ഷപ്പെട്ടവരോട് സംസാരിച്ച് കൂടുതൽ ആളുകളെ സംബന്ധിച്ച വിവരങ്ങൾ ഉടൻ തേടും. DNA എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ ശ്രമിക്കുകയാണ്. പരിശോധന നടപടികൾ ഇപ്പോൾ സർക്കാർ SOPയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകടം നടന്നപ്പോൾ എത്ര പേർ ഉണ്ടായിരുന്നു എന്ന കണക്കിൽ കൃത്യത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ എന്നാണ് സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചിരിക്കുന്നത്. നാളെയോടുകൂടി അപകട സ്ഥലത്തെ പരിശോധന പൂർത്തിയാക്കാൻ ശ്രമിക്കും. അപകട സ്ഥലത്ത് സ്ഫോടക വസ്തുക്കൾ ഇനിയില്ലെന്ന് വിലയിരുത്തലുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാകും. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ത്രിതല അന്വേഷണമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ 18 അംഗ അന്വേഷണ സംഘം നിയോഗിച്ചിട്ടുണ്ട് സംസ്ഥാന പോലീസ് മേധാവി. സംഘം സ്ഥലപരിശോധനയ്ക്ക് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അന്വേഷണം ക്രൈംബ്രാഞ്ച് ACP നേതൃത്വം നൽകും എന്നും റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം മറ്റ് ചില നടപടികൾ കിടാവർ നായ്കൾ ഉൾപ്പെടെ അവിടെ പരിശോധിക്കുന്നുണ്ട്. മിഥുൻ മുരളി ചേർന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. മിഥുൻ, ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്താണ്? ഒപ്പം റവാഡ ചന്ദ്രശേഖറിന്റെ വാക്കുകൾ. ശ്യാമ, പ്രധാനമായും അറിയേണ്ടത് ഈ അപകടത്തിൽ എത്ര പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. 34 പേര് അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ് റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവി പ്രാഥമികമായ ഒരു വിലയിരുത്തൽ നടത്തി അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ ആളുകൾ, രക്ഷപ്പെട്ട ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുമായി സംസാരിച്ച് കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്തിമമായ വിലയിരുത്തൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമമാണ്, തീവ്രമായ ശ്രമം തന്നെയാണ് രാവിലെ മുതൽ നടക്കുന്നത്. രാവിലെ 7 മണി മുതൽ കടാവർ നായ്ക്കളെ, മനുഷ്യ ശരീരം കണ്ടെത്താൻ പ്രത്യേക വൈദഗ്ധ്യം തേടിയിട്ടുള്ള കടാവർ നായകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഭാഗത്തിൻ്റെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് നടക്കുന്നത്. ശരീരഭാഗങ്ങൾ കൂടുതലായി ഈ പാടശേഖരത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന്, അത് 1 കിലോമീറ്റർ അപ്പുറം വരെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. എത്ര ശരീരഭാഗങ്ങൾ ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ച അന്തിമമായ കണക്കുകൾ പിന്നീട് അറിയിക്കുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥലത്തിൽ ലഭിച്ചിരിക്കുന്നത്. നിലവിൽ 11 ശരീരഭാഗങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ള വിലയിരുത്തൽ, ഒപ്പം ധാരാളമായിട്ടുള്ള ശരീരഭാഗങ്ങൾ ഈ മേഖലകളിൽ നിന്ന് കൂടുതലായി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 2 ശരീരഭാഗങ്ങൾ രാവിലെ പരിശോധന തുടങ്ങിയ സമയത്ത് തന്നെ ഈ പാടശേഖരത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് ലഭിച്ചിരുന്നു. കടാവർ നായകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന, ഒപ്പം തന്നെ ഫോറൻസിക് പരിശോധനയുണ്ട്, പോലീസിൻ്റെ പരിശോധനയുണ്ട്, ഫോറൻസിക് പരിശോധന, ഫയർഫോഴ്സിൻ്റെ പരിശോധന, ഡ്രോൺ ചിത്രശേഖരണത്തിലൂടെയുള്ള പരിശോധന. ഈ രീതിയിലുള്ള പരിശോധനകളാണ് ഈ ഒരു സമയത്ത് ഇവിടെ നിന്നും കൂടുതലായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു തീവ്രമായിട്ടുള്ള പരിശോധന തന്നെയാണ് ഈ ഒരു സമയം ഇവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പരിസരവാസികളാണോ, പ്രദേശവാസിയാണോ? ഇവിടെ എത്ര ആളുകൾ ഈ അപകട സ്ഥലത്തുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച ഒരു വ്യക്തതയില്ലാത്ത, ഇപ്പോൾ ഈ അപകട മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെന്ന നിലയിൽ, അടുത്ത് താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ എത്ര പേരുണ്ടാകുമെന്നുള്ളൊരു അറിയില്ല ഏകദേശം അറിയില്ല. എവിടെയാണ് താമസിക്കുന്നത്? കുറച്ച് ദൂരം, കുറച്ച് പോയിട്ട്. ഈ സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. ഈ സ്ഫോടന ശബ്ദം കേൾക്കാൻ പിന്നെ എന്താണ് ഇവിടേക്ക് ഓടിയെത്തിയപ്പോൾ? പെട്ടെന്ന് ഓടിയെത്താൻ പറ്റില്ലല്ലോ. പിന്നെ പോലീസുകാരും ഫയർഫോഴ്സിനും അറിയിച്ചു. അങ്ങനെ. എത്ര മീറ്റർ അകലെയാണ് വീടുള്ളത്? ഇവിടുന്ന് കുറച്ച് ഇതിലുണ്ട്, ഒരു 1/2 കിലോമീറ്റർ. വീടിന്റെ സമീപ പ്രദേശത്തുള്ള വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഭാഗത്തുള്ള വീടുകൾക്കൊക്കെ എത്തരത്തിലുള്ള കേടുപാടുകൾ ഉണ്ടോ? ഞങ്ങൾ കുഴപ്പമില്ല, അത് ചെറിയ പറ്റിയിട്ടുള്ളൂ. പരിചയത്തിലുള്ള ആളുകളുണ്ടോ ഇവിടെ ജോലി ചെയ്ത്? ഉണ്ട്, തൊട്ടടുത്തുള്ള ആൾക്കാരുണ്ടോ. മരണപ്പെട്ട ആളുകൾ അത് എനിക്കറിയില്ല. എത്ര ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണല്ലേ? ഈ എത്ര ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലാണ് ഒരു വ്യക്തമായ കണക്ക് ഇതുവരെ ലഭിക്കാത്തത്. 40 ആളുകൾ എന്ന് പറയുന്നുണ്ട്. റവാഡ ചന്ദ്രശേഖർ പറഞ്ഞത് 34ഓളം ആളുകൾ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു, ഇവിടെ ജോലി ചെയ്തിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ എത്ര ആളുകൾ ഈ ഭാഗത്ത് കൃത്യമായി ജോലി ചെയ്തിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ വിലയിരുത്തൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. 30 മുതൽ 40 വരെ ആളുകൾ ഈ പ്രദേശത്ത് ഉണ്ടാകാം എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉള്ളത്. ഇപ്പോൾ തിരച്ചിൽ നടത്തുന്ന ആളുകളോട് ചോദിക്കാം, ഈ ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ടോ കൂടുതലായിട്ട്? എന്താണ് ഈ തിരച്ചിൽ? ചെറിയ പാർട്സ് ആയിട്ടാണ് കിട്ടുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഏകദേശം ചെറിയൊരു ഏത് ഭാഗമാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ചെറിയൊരു പാർട്സും കിട്ടി, അതിൽ തന്നെ ചെറിയൊരു എല്ലിൻ്റെ കഷ്ണമുണ്ട്. ഇന്ന് നടത്തിയ തിരച്ചിലിൽ കൂടുതൽ ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മളൊരു കവറിലാണ് നമ്മൾ ഈ സാധനം എടുക്കുന്നത്. അതായത് നമ്മുടെ കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ല, ഗ്ലൗസ് ഇട്ടിട്ട് നമ്മൾ ഓരോന്ന് ചെറിയ കഷ്ണങ്ങളായ കാരണം അങ്ങനെ കോരി അതിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ഈ കടാവർ നായ്ക്കളാണോ ഈ ശരീരഭാഗങ്ങളുള്ള സ്ഥലം കേന്ദ്രീകരിച്ച് നിങ്ങളെ? അവർ മെയിൻ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതായത് വലിയ പീസുകളൊക്കെ ഇവിടുന്ന് ഒരു ചേട്ടൻ്റെ ഈ ഭാഗം, ഈ തലയുടെ ഇവിടുന്ന് ഇതുവരെ, അതായത് അവരുടെ വീട്ടുകാർക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഈ തലയുടെ ഇവിടുന്ന് ഇതുവരെയുള്ള ഭാഗം കിട്ടിയിട്ടുണ്ട്. അവിടെ അതായത് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു കഷ്ണം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു കഷ്ണം കറക്റ്റായിട്ട് അത് അവരുടെ വീട്ടുകാർക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മനുഷ്യ ശരീരത്തിൻ്റെ ആ ഭാഗം കൃത്യമായിട്ട് അറിയാൻ പറ്റും.
ഏകദേശം എത്ര ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും? ഒരു ഏകദേശം ഒരു കണക്ക് പറയാൻ പറ്റില്ല, കാരണം അത്രയും 10 കൂടുതലുണ്ടാവും. 10 കൂടുതൽ ഇല്ല. നമുക്ക് ഓരോ പീസായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഇന്ന ആൾക്കാർ ആരാണെന്ന് പോലും നമുക്ക് അറിയില്ല. നമുക്ക് ഇതിപ്പോൾ എത്ര കിലോമീറ്റർ ചുറ്റളവിൽ നിന്നാണ് നിങ്ങൾ ഈ കാണുന്നതാ ഈ ഭാഗങ്ങൾ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്? ഈ അപകടം നടന്നിരിക്കുന്നതിന് എത്ര ചുറ്റളവിൽ നിന്ന്? ചുറ്റളവ് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോൾ നടന്ന സ്ഥലം. ഇതാണ് ഇവിടെ നിന്ന് ഏകദേശം ഇതാ വീട് കണ്ടില്ലേ, ഏകദേശം ഒരു 100 മീറ്ററോളം ഉണ്ടാവും, 100-200 മീറ്ററോളം ഉണ്ടാവും. ആ ഭാഗത്തു നിന്നാണ് കൂടുതൽ ശരീരഭാഗങ്ങൾ ലഭിച്ചത്. ഒരാളുടെ കൈൻ്റെ ഈ പത്തിയുടെ ഭാഗമായിട്ട് ചെറുതായിട്ട് കിട്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ കരിഞ്ഞ കഷ്ണങ്ങളാണ്. നമുക്കതായത് അതുമ്മ ഒന്നും ചെയ്യാനും പറ്റില്ല. നമ്മളൊന്ന് മറച്ചിട്ട് നോക്കും. അപ്പോൾ ഒറിജിനൽ ഇതാണെങ്കിൽ അവർ വന്നിട്ട് അവരെ വിളിക്കും, നമ്മൾ അവർ കാര്യങ്ങൾ ചെയ്തോളൂ. വേഗത്തിൽ തന്നെ ലഭിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരും വേഗത്തിൽ തന്നെ ചെയ്യും. കൂടുതൽ ശരീരഭാഗങ്ങൾ ലഭിക്കുന്നുണ്ട്. ഉണ്ട്. എവിടെ താമസിക്കുന്നത്? എൻ്റെ കാണുന്ന എൻ്റെ വീട്. സ്ഫോടനം നടക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നു? ഇല്ല, എൻ്റെ അച്ഛനൊരു സ്ട്രോക്ക് വന്നിട്ട് ഞാൻ കുന്നംകുളം മലങ്കര ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ എന്തോ എത്ര ആളുകളുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരാത്തത്. ഇവിടെ ജോലി ചെയ്തിരുന്നത് നിങ്ങൾ ഇവിടെ പരിസരവാസിയാണല്ലോ, അപ്പോൾ ഇവിടെ സാധാരണ എത്ര ആളുകളാണ് ഈ പൂരസമയത്ത് ഈ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടുണ്ടാവുക? അപ്പോൾ അതായത് പൂരത്തിനോടനുബന്ധിച്ച് ഇപ്പം അടുത്തായിട്ട് ഏകദേശം ഒരു 30 മേലെ എന്തെങ്കിലും ആൾക്കാർ. 40 ഇടയിലാണ്. കൃത്യമായ ഒരു കണക്ക് പറയാനാകില്ല. കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റില്ല. അതായത് ഒരു 40 പരിചയത്തിലുള്ള ആളുകൾക്ക് അപകടത്തിൽ 40 പേർക്ക് ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതിൽ ഏകദേശം 38ഓളം പേര് ഫുഡ് കഴിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ പരിചയത്തിലുള്ള ആളുകളൊക്കെ അപകടത്തിൽ പെട്ടിട്ടുണ്ടോ? ഇവിടെ ഈ പരിസരവാസികൾ നമ്മുടെ ബന്ധുക്കളൊക്കെ ആയിട്ട് ഇവിടെ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്ക് നിസ്സാര പരിക്ക് പറ്റിയിട്ടുള്ളൂ. അവർ തിരി കെട്ടായിരിക്കണവരും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കണവരും. ശമ തിരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. അവർ പറയുന്നത് പോലെ ശരീരഭാഗങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന്, അത് 100-200 മീറ്റർ ചുറ്റളവിൽ നിന്നൊക്കെ, 1/2 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നൊക്കെ ശരീരഭാഗങ്ങൾ കൂടുതലായി ലഭിക്കുന്നുണ്ട് എന്ന ഈ പരിശോധനയ്ക്ക് വേണ്ടി സഹായിക്കുന്ന യുവാക്കൾ, ആ സംഘത്തിൽ ഉൾപ്പെട്ട ആളുകൾ ഇപ്പോൾ പറയുന്നുണ്ട്. ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ പ്രത്യേക പരിശോധനയാണ് ഇപ്പോൾ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നോ നാളെയായിട്ട് ഈ പരിശോധനകൾ മുഴുവൻ പൂർത്തിയാക്കും. എത്ര പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നതിൽ കൃത്യമായ ഒരു കണക്ക് കണ്ടെത്താനുള്ള ശ്രമം ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് ഉന്നത മേധാവിയും അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേഗത്തിലുള്ള ഒരു പരിശോധനയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ ഭാഗങ്ങളിലും കടാവർ നായകളെ നിയോഗിച്ചുകൊണ്ട് 3 കടാവർ നായകളെയാണ് എത്തിച്ചിരിക്കുന്നത്. അത് മനുഷ്യ ശരീരം കണ്ടെത്താൻ പ്രത്യേക വൈദഗ്ധ്യം ലഭിച്ചിരിക്കുന്ന നായകളായതുകൊണ്ട് തന്നെ ഈ സംഘത്തെ അവർ നയിക്കുന്നുണ്ട്. ഈ കടാവർ നായകൾ നയിക്കുന്നുണ്ട്. വിവിധ മേഖലകളിലേക്ക് നായ്ക്കൾ ഈ തിരച്ചിൽ നടത്തുന്ന സംഘത്തെ എത്തിക്കുന്നുണ്ട്. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തുമ്പോൾ കൂടുതൽ ശരീരഭാഗങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ആളുകൾ തിരച്ചിലിന് വേണ്ടി സഹായിക്കുന്ന ആ ദൗത്യത്തിൽ ഉൾപ്പെട്ട യുവാക്കൾ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെ ലഭിക്കുന്ന ശരീരഭാഗങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീട് DNA പരിശോധന അടക്കം നടത്തി എത്ര പേർ ഈ അപകടത്തിൽപ്പെട്ടു എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു അന്തിമമായ കണക്ക് കണ്ടെത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും എത്ര പേർ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ അങ്ങനെ ഒരു അറിയിപ്പ് ലഭിക്കുന്നുണ്ട്. ആരെങ്കിലും കാണാതെ ആയിട്ടുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കണം എന്നുള്ള ഒരു അറിയിപ്പും കൂടെ ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടാകുന്നുണ്ട്. ആ രീതിയിൽ അപകടത്തിൽ എത്ര പേർ ഉൾപ്പെട്ടു എന്നത് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഒപ്പം തന്നെ സ്ഫോടക വസ്തുക്കൾ ഇവിടെ നിന്ന് നിർവീര്യമാക്കുന്നതടക്കമുള്ള കാര്യങ്ങളും ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. ഏതെങ്കിലും സ്ഫോടക വസ്തുക്കൾ ഇവിടെ അപകട സാധ്യത ഉളവാക്കുന്ന രീതിയിൽ ഉണ്ടോ എന്നത് കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമവും ഒരു പരിശോധനയും ഇവിടം കേന്ദ്രീകരിച്ചുകൊണ്ട്, പ്രധാനപ്പെട്ട അപകടം നടന്നിരിക്കുന്ന ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പരിശോധനകളും നടക്കുന്നുണ്ട്. നേരത്തെ ഒരു ചാക്ക് സ്ഫോടക വസ്തുക്കൾ ഇവിടെ നിന്നും മാറ്റി ഈ പാടശേഖരത്തിൽ വെച്ച് നിർവീര്യമാക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ അപകട സാധ്യതാ പരിശോധനകളും നടക്കുന്നുണ്ട്. ഈ മേഖലയിലേക്ക്, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മേഖലയിലേക്ക് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. മാധ്യമപ്രവർത്തകർക്കടക്കം ഇവിടെ നിന്നും മീറ്ററുകൾ അപ്പുറത്തേക്ക് നീങ്ങി നിൽക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ വിവിധ തലത്തിലുള്ള പരിശോധനകൾ വേഗത്തിൽ തന്നെ ഇവിടം കേന്ദ്രീകരിച്ചുകൊണ്ട്, ഈ അപകട മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തലത്തിലുമുള്ള പരിശോധനകൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനുള്ള ദ്രുതഗതിയിലുള്ള നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തത എന്തായാലും ഉണ്ടാക്കിയെടുക്കുക. 2 കാര്യങ്ങളിലാണ് വ്യക്തത ഉണ്ടാകേണ്ടത്. ഒന്ന്, എത്ര പേർ അപകടത്തിൽപ്പെട്ടു. 2, എങ്ങനെയാണ് അപകടം സംഭവിച്ചത്. ഈ 2 കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാക്കാനുള്ള ശ്രമമാണ്, തീവ്ര ശ്രമം തന്നെയാണ് ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച്, ആ ഒരു സംഘത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ശ്യാമ. യെസ് മിഥുൻ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്ക് ആശങ്കപ്പെടുത്തുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയേ മതിയാകൂ. ആ ഉത്തരം കണ്ടെത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളും ഒപ്പം സേവാഭാരതി പോലെയുള്ള സന്നദ്ധ സംഘടനകളുമൊക്കെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മറ്റ് നടപടിക്രമങ്ങളിൽ വ്യാപൃതരാണ്.